ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു ജീവിതത്തിലെ ഏറ്റവും വലിയ ആ ഒരു പ്രശ്നം അത് എന്താണ്, അതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു സമയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ പാസ്റ്റിലെ ആ ഒരു മിസ്റ്ററിയെ അൺലോക്ക് ചെയ്യാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തോ ഒരു വലിയ വിഷമം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നു, എന്തോ വലിയ ഒരു ടവർ മൂവ്മെൻറ്റ് നിങ്ങൾ ഫേസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ ഒരു ടവർ മൂവ്മെൻറ്റ് എനിക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഞാൻ എല്ലാവരുടെയും നല്ലത് മാത്രമല്ലേ ചെയ്യുന്നത്, പിന്നെ എന്താ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നത്? ഇത്രയും വലിയ വിഷമത്തിൽ കൂടെ എന്തിനാണ് എന്നെ കടന്നു പോയിപ്പിച്ചത്? അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്ത വരികയാണ്. നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിക്കുകയും ചെയ്യുക. ഇവിടെ ഇന്ന് എത്ര തന്നെ നല്ലതായിരുന്നാലും നിങ്ങളുടെ ലൈഫ്, പക്ഷേ മുന്നേ നിങ്ങൾ അനുഭവിച്ച ആ ഒരു വിഷമം, അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നു. എന്തിനാണ് എനിക്ക് ദൈവം ആ ഒരു വിഷമം തന്നത്? അങ്ങനെയാണ് ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ആ ഒരു പാസ്റ്റിൽ നിങ്ങൾ അനുഭവിച്ച ആ ഒരു ദുഃഖത്തിൻ്റെ റീസൺ, കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഞാൻ അങ്ങനെ ആരുടെയും മോശം ചെയ്തിട്ടില്ല, പിന്നെ എന്തിന് എനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് മിറർ നമ്പർ ഭയങ്കരമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവാം. ഇപ്പോൾ 121 അല്ലെങ്കിൽ 131 141 അങ്ങനെയൊക്കെ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു നഷ്ടബോധത്തെ സൂചിപ്പിക്കുന്നതാണത്. അതായത് ആ ഒരു ഊർജ്ജത്തെക്കുറിച്ച് ചിന്തിപ്പിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. അതായത് നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചില്ലായിരുന്നു. ഇന്നും ചിലപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്റ്റിലെ എനർജിയിൽ നിന്ന് പുറത്ത് വന്നിട്ടുണ്ടാവും. ലൈഫിൽ മുന്നോട്ട് പോയി കാണും ഒത്തിരി, പക്ഷേ എന്നാലും നിങ്ങൾക്കത് മറക്കാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ലൈഫിൽ എന്ത് തന്നെ കിട്ടിയാലും ഒരു കുറവ് പോലെ ഒരു കാര്യം, എന്തിനെനിക്ക് അങ്ങനെ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള ചോദ്യം ഇപ്പോഴും ഉണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിലെ മെയിനായിട്ടുള്ള കാര്യം എന്താണോ അത് മിസ്റ്ററി ആയിട്ടിരിക്കുകയാണ്. അത് ഓപ്പൺ ആവാൻ പോവുകയാണ് വളരെ പെട്ടെന്ന് തന്നെ. എന്തോ നിങ്ങളുടെ ആ ഒരു വിഷമം വളരെ വലിയ രീതിയിൽ അവസാനിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് നിങ്ങളുടെ ആ ഒരു വിഷമത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ ആ ഒരു പ്രോബ്ലം അതൊരു നെഗറ്റീവായിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. ആ ഒരു നെഗറ്റീവ് പ്രോബ്ലം ഒത്തിരി നെഗറ്റീവ് പ്രോബ്ലത്തെ ആകർഷിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളുടെ വീട്ടിലെ അവസ്ഥയും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം എത്ര തന്നെ ബാലൻസിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഇവിടെ നിങ്ങൾ എത്ര തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിച്ചാലും മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിച്ചാലും ലാസ്റ്റ് നിങ്ങൾക്ക് തെറ്റായ ഒരു വാക്കാണ് ലഭിക്കുന്നത് എല്ലാവരിൽ നിന്നും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും, എന്തിനാ ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കണം, എത്ര അവരൊക്കെ നല്ലത് ചെയ്താലും അവർ തിരിച്ച് നമ്മളെ തെറ്റായിട്ടല്ലേ പറയുന്നത് എന്ന്. അതായത് ഒരു വ്യക്തി സ്വയം നല്ല സ്വസ്ഥമായിട്ടിരുന്നാൽ മാത്രമേ ആ വ്യക്തിക്ക് മറ്റുള്ളവരെയും സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ ഒരു വ്യക്തി ഒട്ടും തന്നെ ഹാപ്പി അല്ല, എന്നിട്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം അവർ ശ്രമിക്കുന്നു. ഇവിടെ മറ്റുള്ളവരെ സഹായിച്ച് നിങ്ങളുടെ ഹെൽത്തിൽ പ്രോബ്ലം വരുന്നതായിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്. ഇവിടെ ഒരു സമയം എന്ന് പറയുന്നത് മിസ്റ്ററി ടൈപ്പിൽ എന്തോ കാര്യം നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനെ സോൾവ് ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം. ഇവിടെ എന്തോ ഒരു വലിയ ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു വലിയ പ്രശ്നം അവസാനിച്ചാൽ മാത്രമേ നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു കൊച്ചു കൊച്ചു പ്രശ്നങ്ങളും അവസാനിക്കുകയുള്ളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മിസ്റ്ററി എന്താണോ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു മിസ്റ്ററിക്ക് ഒരു പരിഹാരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ആ ഒരു ശ്രദ്ധ അതിലോട്ട് പോവുകയും ചെയ്യുന്നതാണ് ഇനി അങ്ങോട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഹൊറർ മൂവി അല്ലെങ്കിൽ മിസ്റ്റീരിയൽ ടൈപ്പിലുള്ള മൂവിയിൽ അതൊക്കെ കാണാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വരുന്ന ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്, എനിക്ക് കഴിഞ്ഞ ജന്മത്തിൽ ആ ഒരു കർമ്മം എന്താണെന്ന് അറിയണം എന്നുള്ള ചോദ്യമാണ്. അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു, എന്തായിരുന്നു നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് ആരൊക്കെ ബന്ധുക്കളുണ്ടായിരുന്നു, ഇതെല്ലാം അറിയണമെന്ന് ആഗ്രഹം വരുന്നു. അപ്പോൾ നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ആരായിരുന്നു എന്നറിയാനുള്ള ആ ഒരു ജിജ്ഞാസ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് കളർഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് കാണാൻ സാധിക്കും. അത് ചിലപ്പോൾ ഇമേജ് ത്രൂ വീഡിയോ ത്രൂ ആയിരിക്കും കാണാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നേരിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങൾ ഏത് മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതായിട്ട് ഇല്ല എങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. കാരണം നിങ്ങൾക്ക് എന്തോ ഒരു ടെക്നിക്ക് അറിയാം മാനിഫെസ്റ്റേഷൻ ചെയ്യാനുള്ള. ആ ഒരു ടെക്നിക്ക് ഈ വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇനി നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെയുള്ള ആൾക്കാരായിരിക്കും വരുന്നത്. അതായത് അവർക്കും അവരുടെ ആഗ്രഹം സാധിക്കണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ടെക്നിക്ക് അറിയാമെങ്കിൽ നമുക്കും കൂടെ പറഞ്ഞു തരൂ എന്ന് ചോദിച്ചുകൊണ്ട് ആൾക്കാർ നിങ്ങളെ സമീപിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. യാദൃച്ഛികമായിട്ട് സംസാരിക്കുന്ന ഇടയിൽ ഇങ്ങനെ നിങ്ങളടുത്ത് ചോദിക്കുന്നതായിരിക്കാം. ഇവിടെ എന്തോ ഒരു രീതി നിങ്ങൾക്കറിയാം, മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. അതായത് നിങ്ങൾ ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹം, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ നടത്തിയെടുക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ടെക്നിക്ക് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വാട്ടർ അഫർമേഷൻ പറയുന്നത്, അല്ലെങ്കിൽ മിററിൻ്റെ മുന്നിൽ നിന്ന് പറയുന്നത്, അല്ലെങ്കിൽ എഴുതി മാനിഫെസ്റ്റേഷൻ എഴുതുന്നത്, എഴുതി കത്തിച്ച് കളയുന്നത് ആ ഒരു പേപ്പർ, അതൊക്കെ നല്ലൊരു ടെക്നിക്കാണ്. ഇവിടെ നിങ്ങൾ മറ്റൊരാളുടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആ ഒരു കർമ്മ റിട്ടേൺ ആയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ മറ്റുള്ള ആൾക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് രീതി പറഞ്ഞു കൊടുക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ആ ഒരു പ്രശ്നത്തിനുള്ള പരിഹാരം ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾക്ക് തരികയും ചെയ്യും. നിങ്ങൾ ആർക്കെങ്കിലും ഒരു വഴികാട്ടി ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു കർമ്മ ഉറപ്പായിട്ടും നിങ്ങൾക്കും വഴികാട്ടി ആവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് ഹെൽപ്പ് ചോദിച്ച് വരികയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ വിഷമിപ്പിച്ച് വിടരുത്. നിങ്ങളെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഒരു വ്യക്തി വളരെ വിഷമത്തിൽ നിങ്ങളോട് സംസാരിക്കുന്നു. അതായത് അവരുടെ ലൈഫിൽ എപ്പോഴും വീണ്ടും വീണ്ടും ഒരേ പാറ്റേൺ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. അവർ ഭയങ്കര വിഷമത്തിലാണ്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവർക്ക് മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് അവരുടെ വായിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദമായിരിക്കും പറഞ്ഞത്. അതായത് എൻ്റെ ലൈഫിൽ പല കാര്യങ്ങളും നേരെയായിട്ടല്ല പോകുന്നത്, എത്ര ശ്രമിച്ചിട്ടും നേരെയാകുന്നില്ല, അങ്ങനെ വാക്ക് അവരുടെ വായിൽ നിന്ന് വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടെക്നിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ചില മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുണ്ട്, 333 ടെക്നിക്ക്. അതായത് 33 പ്രാവശ്യം ഒരു ദിവസം ഒരു പേപ്പറിൽ എഴുതുക, പിറ്റേ ദിവസം അതേപോലെ 33 പ്രാവശ്യം എഴുതുക, മൂന്നാമത്തെ ദിവസം 33 പ്രാവശ്യം നമ്മുടെ ആഗ്രഹം എന്താണോ അത് എഴുതുക. അത് 333 ടെക്നിക്ക്. ഇനി 555 ടെക്നിക്കുമുണ്ട്. അത് 5 ദിവസം എഴുതാനുള്ളതാണ്. 55 പ്രാവശ്യം 5 ദിവസം എഴുതണം, അങ്ങനെ. അപ്പം ഈ ഒരു എഴുതുന്ന ടെക്നിക്കും നിങ്ങൾക്കറിയാമെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഒരു 333 ടെക്നിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ദിവസം 33 പ്രാവശ്യം എഴുതുമല്ലോ. രണ്ടാമത്തെ ദിവസം നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ചെറിയ ആഗ്രഹം എന്താണെങ്കിൽ അത് പോസിറ്റീവായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങളോട് എന്തെങ്കിലും ടെക്നിക്ക് ചോദിച്ചിട്ട് ആരെങ്കിലും വരികയാണ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അവർക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്ന പോലെയുള്ള കാര്യങ്ങൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുണ്ട്, നിങ്ങൾ ആ ഒരു ഇത് ചെയ്ത് നോക്കൂ, പരിഹാരം ഉണ്ടാകുമെന്ന്. എങ്കിൽ മാത്രമേ നിങ്ങൾക്കും ഉള്ള ആ ഒരു പരിഹാരം, നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ദൈവം ചെയ്യുകയുള്ളൂ. ഇവിടെ എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ടെക്നിക്ക് ആർക്കൊക്കെയോ ഗൈഡൻസ് കൊടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പെയിൻഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഹീലിങ്ങിൻ്റെ ആ ഒരു സമയം വന്നെത്തിയിരിക്കുകയാണ്. നിങ്ങൾ ഹീലാകേണ്ട സമയം. അതായത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെയാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചിരുന്നെങ്കിൽ എല്ലാ കാര്യങ്ങളും നേരെയായേനെ എന്ന്. നിങ്ങളിപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥന ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളുടെ ആ ഒരു ഗ്രഹനില കൊണ്ട് കാണിക്കുമ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും സജഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് അവർ പറയും ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഇതിനപ്പുറം ഞാൻ ചെയ്തു പക്ഷേ എനിക്കൊരു മാറ്റം ഉണ്ടായില്ല എന്ന്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചുമ്മാ ആവശ്യമില്ലാതെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ പ്രാർത്ഥന ചെയ്യുന്ന നിർത്തിയിട്ട് ഒറ്റ പ്രാവശ്യം പ്രാർത്ഥന ചെയ്തിട്ട് ഫ്രീ ആവുക. പിന്നെ ആ ഒരു ആഗ്രഹത്തിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കരുത്. നടന്നു കഴിഞ്ഞിട്ട് മാത്രം ചിന്തിക്കുക. അല്ലാതെ ദൈവത്തിനോട് ചുമ്മാ ദൈവമേ ഇതുവരെ നടന്നില്ല അങ്ങനെ പറയാൻ പോകരുത്. പിന്നെ ആ ഒരു കാര്യത്തിനെക്കുറിച്ച് അമിതമായിട്ടുള്ള ചിന്ത, ഓവർ തിങ്കിങ്, നെഗറ്റിവിറ്റി കൂടുതലായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരും. അതായത് ഇല്ല എൻ്റെ ആഗ്രഹം നടക്കത്തില്ല, അങ്ങനെ ചിന്ത നിങ്ങളിൽ വരും. അതുകൊണ്ട് അങ്ങനെ ഒന്നും നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യാൻ പാടില്ല. ഇനി തൊട്ട് ഒറ്റൊരു പ്രാവശ്യം നിങ്ങളുടെ ആഗ്രഹം ദൈവത്തിനോട് പറയുക, പിന്നെ ആ ഒരു ആഗ്രഹത്തിനെക്കുറിച്ച് പറയാൻ പോകരുത്. ഇവിടെ നമ്മുടെ ഊർജ്ജം എപ്പോഴും ഇങ്ങനെയായിരിക്കണം, സന്തോഷത്തെ ആകർഷിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഊർജ്ജം. നിങ്ങളുടെ ആ ഒരു ടെൻഷനായിട്ടുള്ള ആ ഒരു സ്വരൂപം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷനെ പൂർത്തിയാക്കാൻ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ഒരു ടെൻഷനെല്ലാം മാറ്റി ഫ്രീ ആവുക നിങ്ങൾ. ഇവിടെ നിങ്ങൾ ഒരിക്കലും പേടിക്കരുത്. വ്യത്യസ്തമായിട്ടുള്ള ഉപായങ്ങൾ ഇങ്ങനെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു ഉപായം ചെയ്യുക.
ഇവിടെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ഒരു തെറ്റായ കാര്യം ചെയ്യുന്നുണ്ട്. അതായത് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിങ്ങൾ വിളക്ക് കത്തിക്കുന്നു. അതായത് രാ ത ത 2 ഫ്ലോറുള്ള വീടായിരിക്കാം. താഴത്തെ ഫ്ലോറിൽ വിളക്ക് കത്തിക്കുന്നുണ്ട്. അതേപോലെ മുകളിലത്തെ ഫ്ലോറിലും വിളക്ക് കത്തിക്കുന്നു. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. എല്ലാ വീട്ടിനും കൂടെ ചേർന്ന് ഒരു വിളക്ക് കത്തിച്ചാൽ മതി. അല്ലാതെ 2 വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. ചില ആൾക്കാർ കിച്ചണിൽ പോലും വിളക്ക് കത്തിക്കുന്നുണ്ട്. അതായത് ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പേ അന്നപൂർണേശ്വരി എന്ന് പറഞ്ഞ് വിളക്ക് കത്തിച്ചിട്ട് അങ്ങനെ അതിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ പൂജാമുറി ഒരെണ്ണം ഉണ്ടല്ലോ, അവിടെ അന്നപൂർണേശ്വരിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ അവിടെ വിളക്ക് കത്തിച്ചാൽ മതി. അല്ലാതെ കിച്ചണിൽ വിളക്ക് കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യരുത്. കിച്ചണിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല. പൂജാമുറി ഉണ്ടല്ലോ, പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുക. അല്ലാതെ കിച്ചണിലോ വേറെ സ്ഥലങ്ങളിലോ വിളക്ക് കത്തിക്കാൻ പാടില്ല. നിങ്ങളെപ്പോഴും വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥാനം ദൈവത്തിൻ്റെ പൂജാ റൂമായിട്ട് എടുക്കുക. അതൊരിക്കലും ടോയ്ലറ്റിൻ്റെ അടുത്താവാൻ പാടില്ല എന്ന് മാത്രം. ഇവിടെ ചില ആൾക്കാരുടെ പൂജാ റൂം നോക്കുമ്പോൾ ഒത്തിരി മൂർത്തികൾ കാണാൻ സാധിക്കും. കുറേ മൂർത്തികൾ. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും 1, 2, 3 ദൈവത്തിൻ്റെ മൂർത്തി മതി. ഇല്ലെങ്കിൽ ഒറ്റൊരെണ്ണം ഒരു മൂർത്തി മതി. ആ ഒരു മൂർത്തി വളരെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി നിങ്ങൾ പൂജിക്കുക. അല്ലാതെ ഒത്തിരി ദൈവങ്ങളെ വച്ചിട്ട് എനിക്കിവരെ എല്ലാവരുടെ അനുഗ്രഹം വേണം, ഇവരെല്ലാവരും എൻ്റെ ബ്ലെസ്സിങ് എനിക്ക് വേണം എന്ന് പറഞ്ഞ് ചുമ്മാ വിളക്ക് 2 നേരം കത്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഒരു നേരം കത്തിക്കുന്നുണ്ടെങ്കിലും അത് വൃത്തിയായിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീട്ടിലെപ്പോഴും പോസിറ്റിവിറ്റി നിറയ്ക്കാൻ ഞാൻ എപ്പോഴും പറയുന്നതാണ്, കർപ്പൂരത്തിൽ 7 ഇതൊക്കെ നമ്മുടെ ഗ്രാമ്പൂ ഉണ്ടല്ലോ, ഗ്രാമ്പൂ ഇട്ടിട്ട് ആ ഒരു ദീപം തെളിയിക്കുന്നത്. അതായത് റൂം ഫുള്ള് അതിൻ്റെ ആ ഒരു സ്മെല്ല് വരുന്നത് പോസിറ്റിവിറ്റി നിറയ്ക്കാൻ നല്ലതാണ്. ഒരു 2, 3 കർപ്പൂരം എടുക്കുക, 7 ഗ്രാമ്പൂ എടുക്കുക, എന്നിട്ട് കത്തിക്കുക. എന്നിട്ട് ആ ഒരു പുക എല്ലാ റൂമിലും എല്ലായിടത്തും കൊണ്ട് ചെന്നെത്തിക്കുക. അപ്പോൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിങ്ങൾ വീടിൻ്റെ പല ഭാഗത്തുമായിട്ട് വിളക്ക് കത്തിക്കുന്നുണ്ടെങ്കിൽ അത് നിർത്തുക. നിങ്ങളുടെ വീട്ടിൽ ഒരു പൂജാ റൂം ഉണ്ടെങ്കിൽ അത് മാത്രം മതി. നമ്മൾ കാർത്തികയുടെ നമ്മൾ എല്ലാവരും വിളക്ക് വെച്ച് ദേവിയെ സ്വീകരിക്കുന്നു. അതുപോലെയല്ല എല്ലാ ദിവസവും നമ്മൾ വിളക്ക് കത്തിക്കുന്നത് ഓരോ സ്ഥലങ്ങളിൽ. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഇത് നിർത്തുക. കാരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആ ഒരു ജൂപ്പിറ്റർ ഗ്രഹം അത് മോശമാകും. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഞാൻ പിന്നെ പറഞ്ഞു, വീട്ടിൻ്റെ പുറത്ത് ഒരു ചെറിയ കണ്ണാടി അത് വയ്ക്കുന്നത് നല്ലതാണ്. അതായത് നിങ്ങൾക്ക് നേരെ വരുന്ന ആ ഒരു നെഗറ്റിവിറ്റി, മോശം ദൃഷ്ടി അതെല്ലാം ആ കണ്ണാടിയിൽ തട്ടി ആരാണോ അയച്ചത് അവർക്ക് നേരെ തന്നെ പോകും. ഇവിടെ നിങ്ങൾക്ക് ഏതോ ഒരു വാസ്തുവിൽ നിന്ന് സജഷൻ ലഭിച്ചു, നിങ്ങളുടെ വാസ്തു വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഉള്ളത് എന്നുള്ള സജഷനാണ് ലഭിച്ചിരിക്കുന്നത്. അത് നിങ്ങളുടെ വീട്ടിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത് കണ്ട് പേടിച്ച് നിങ്ങൾ ഏതോ വാസ്തുവിൻ്റെ അടുത്ത് പോയി സജഷൻ ചോദിച്ചു. അദ്ദേഹം നിങ്ങളെ പേടിപ്പിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അദ്ദേഹം പറഞ്ഞു നിങ്ങളോട് ഇങ്ങനെ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് എല്ലാം നേരെയാകും, ഈ ഒരു ഡയറക്ഷൻ ഇന്നതുപോലെ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളത് കേട്ടു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ പശ്ചിമ കോണ്, അവിടെയാണ് കൂടുതലായിട്ട് ബഡ്ജറ്റ് കൂടുതലായിട്ട് ചിലവാകുന്ന സ്ഥലം. ഇവിടെ ഓരോ കോർണറിലും നിങ്ങളുടെ വീട്ടിൽ ഓരോ സാധനങ്ങൾ വച്ചൊക്കെയാണ്. അത് നിങ്ങൾ മാറ്റാൻ ശ്രമിക്കുക. നമ്മുടെ വീട്ടിൽ ദക്ഷിണ പശ്ചിമ കോണിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഒരു പൈസ കയ്യിൽ നിൽക്കത്തില്ല, എപ്പോഴും ചിലവായിക്കൊണ്ടേയിരിക്കും നമ്മുടെ കയ്യിൽ പൈസ. കൂടാതെ ചെറിയ കാര്യത്തിന് പോലും വഴക്കുണ്ടാവും ആ വീട്ടിൽ. എപ്പോഴും എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ വീട്ടിലുള്ളവരെ അലട്ടിക്കൊണ്ടിരിക്കും. ചില സമയം എടുക്കുന്ന തീരുമാനം തെറ്റായി പോകും. അത് നിങ്ങൾക്ക് തന്നെ പിന്നെ മോശമായിട്ട് ബാധിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. നിങ്ങൾ ഗ്രോത്ത് ആയിട്ട് ഇത്ര വരെ വന്നിട്ട് തിരികെ നിങ്ങളെ അതേ താഴേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥ അതും വരാൻ സാധ്യതയുണ്ട്. ഇത് കുടുംബത്തിൽ എന്ത് മോശം സംസാരമുണ്ടായാലും അത് പുറമേയുള്ള 4 പേർക്ക് കേൾക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സംസാരമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടാവുന്നത്. കൂടാതെ ആൾക്കാർ നിങ്ങളെ ഈ രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യും. അതായത് അവരുടെ വീട്ടിൽ ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ മാത്രം എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ച്. ഇവിടെ ദക്ഷിണ പശ്ചിമ കോണെന്ന് പറയുന്ന രാഹുവിൻ്റെ ആ ഒരു കോണാണ്. അവിടെ ഇങ്ങനെ സാധനങ്ങൾ വച്ചിരുന്നാൽ അവിടെ നിങ്ങൾക്ക് ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും.
ഇവിടെ ദക്ഷിണ പശ്ചിമ കോണിൽ ആവശ്യമില്ലാതെ വസ്ത്രങ്ങൾ അലങ്കോലമായിട്ട് ഇടരുത്. അല്ല, എല്ലാം അടുക്കി വയ്ക്കണം. പിന്നെ ദക്ഷിണ പശ്ചിമ കോണിൽ ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രം വയ്ക്കുക. എല്ലാം കൂടെ വാരി വെച്ച് അങ്ങനെ മോശമാക്കരുത്. അപ്പോൾ നിങ്ങൾ വാസ്തു ശരിയാക്കുക എന്നും പറഞ്ഞ് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ഇടിച്ചു കളഞ്ഞ് അങ്ങനെയൊന്നുമല്ല. ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. നല്ല രീതിയിൽ സാധനങ്ങൾ അടുക്കി പറക്കി വയ്ക്കുക. ആ ഒരു ദക്ഷിണ പശ്ചിമ കോണിൽ ബാലൻസ് ആവുന്ന രീതിയിൽ മാത്രം സാധനങ്ങൾ വയ്ക്കുക. അല്ലാതെ ഓരോ കോണിലും ഓരോ സാധനങ്ങൾ അങ്ങനെ വയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഞാൻ 2 ഉപായം പറഞ്ഞുതരാം. ഒന്നാമത്തെ ഉപായം എന്ന് പറയുന്നത് ആലമില്ലേ, ആലം, അത് വാങ്ങിക്കുക. എന്നിട്ട് അത് വന്നിട്ട് ദക്ഷിണ പശ്ചിമ കോണിൽ വയ്ക്കുക. ഒന്നുകിൽ ഒരു ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കുക. അതായത് കണ്ണാടി ഗ്ലാസ് പാത്രമില്ല, ആ ഗ്ലാസ് പാത്രത്തിൽ വയ്ക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക. വീണ്ടും പുതിയത് വയ്ക്കുക പാത്രത്തിൽ. അങ്ങനെ തുടർച്ചയായിട്ട് വച്ചുകൊണ്ടിരിക്കുക. ആ ഒരു ദക്ഷിണ പശ്ചിമ കോണിൽ എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ മാറാനാണത് പറഞ്ഞത്. രണ്ടാമത്തെ ഉപായം എന്ന് പറയുന്നത് കറുത്ത കളർ പട്ടിക്ക് നമ്മൾ ബിസ്ക്കറ്റ് കൊടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട്, അവർ നിങ്ങളെ സഹായിക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ കൺഫ്യൂഷൻ ഉണ്ട് എങ്കിൽ അത് മാറാൻ ഇത് നിങ്ങളെ സഹായിക്കും. പിന്നെ രാഹുവിൻ്റെ ആ ഒരു മോശ പ്രഭാവം മാറി നല്ല പ്രഭാവമാവാനും സഹായിക്കും. കാരണം ഈ ഒരു പട്ടി എന്ന് പറയുന്നത് രാഹുവിൻ്റെ ആ ഒരു ഇതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് രാഹു ഭഗവാന്റെ ആ ഒരു ബ്ലെസ്സിങ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയാണ് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുക്കാൻ കൂടെ ഞാൻ പറഞ്ഞത്. ഇവിടെ ഏതോ ഒരു വ്യക്തി ഇങ്ങനെ പറഞ്ഞു, അതായത് ഈ ഒരു ജന്മത്തിലെങ്കിലും എൻ്റെ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മാറുമോ ദൈവമേ എന്ന്. ഇവിടെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം ദൈവം പറയുന്നത് 100% ഈ ഒരു ജന്മത്തിൽ തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുന്നതാണ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഓവർ തിങ്കിങ് ഒരു ലിമിറ്റിനപ്പുറം പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ഓവർ തിങ്കിങ് നിങ്ങൾ ചെയ്യുന്നത് ആദ്യം നിർത്തുക. ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് മാറ്റുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും നല്ലതായിട്ട് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. 100% നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ് മാറ്റുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പെട്ടെന്ന് എത്തുകയുള്ളൂ. നിങ്ങൾ ഏതെങ്കിലും ടാറോ റീഡിങ്ങിൽ യെസ് ഓർ നോ ക്വസ്റ്റ്യനിൻ്റെ ഷോർട്ട് കണ്ടിട്ടുണ്ട് എങ്കിൽ എപ്പോഴൊക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം യെസ് തന്നെയാണ് എപ്പോഴും വരുന്നത്. പക്ഷേ എന്നാലും നിങ്ങളത് വിശ്വസിക്കാതെ വീണ്ടും ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളിപ്പോൾ ആരോടാണോ ഭക്തിഭാവം വയ്ക്കുന്ന ആ ഒരു ദൈവം, അവരോടുള്ള ആ ഒരു വിശ്വാസം ഇപ്പോൾ കുറച്ചൊന്ന് സംശയം, അതായത് വിശ്വസിക്കണോ വേണ്ടയോ അങ്ങനെയുള്ള ഒരവസ്ഥ, അല്ലെങ്കിൽ വിശ്വാസക്കുറവ് വന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയുന്നത് അവരെ ട്രസ്റ്റ് ചെയ്യേണ്ട എന്നൊക്കെയാണ്. കൂടാതെ നിങ്ങളുടെ ഈ ഒരു ഓവർ തിങ്കിങ്ങും നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ടെൻഷനും അന്ധവിശ്വാസവും ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ദിവസം കൊണ്ട് നിങ്ങളുടെ ലൈഫ് OCD പോലെ മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ലൈഫിൽ എല്ലാം മോശമായി പോകും, അതുകൊണ്ട് ഇത് ചെയ്യാം, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലത്തിൽ ഒരു പരിഹാരം ഉറപ്പായിട്ട് ഉണ്ടാക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ മെൻറ്ററിനെ പോലുള്ളൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോവുകയാണ്. ആ ഒരു വ്യക്തി നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും ക്ലാരിറ്റി തരുന്നതാണ്. ആ ഒരു വ്യക്തി നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കുന്നതായിട്ട്, നിങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ടീവായിട്ട് പല കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു പേഴ്സണാലിറ്റി വളരെ പവർഫുള്ളായിട്ടുള്ള പേഴ്സണാലിറ്റി ആയി മാറുന്നതാണ്. കൂടാതെ നിങ്ങൾക്ക് ഒത്തിരി ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു വ്യക്തി ഏത് രൂപത്തിലായാലും നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ടായിരിക്കും ഇരിക്കുക. ഇവിടെ ഇവരുടെ ആ ഒരു പേഴ്സണാലിറ്റി ഫീമെയിലാണോ മെയിലാണോ എന്ന് നമുക്ക് നോക്കാം. ഒരു വ്യക്തി കാപ്രിക്കോൺ, വർഗോ, ടോറസ് ആയിരിക്കും. ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 8 ആയിരിക്കാം. ചിലപ്പോൾ ആഗസ്റ്റ് മന്ത് ആയിരിക്കാം ഇവർ ബർത്ത് മന്ത്. എന്തായാലും 8 നമ്പറുമായിട്ട് എന്തോ ഒരു കണക്ഷൻ ഇവർക്കുണ്ട്. ചിലപ്പോൾ ഇവരുടെ ഫോൺ നമ്പറിൽ 8 നമ്പർ വീണ്ടും വീണ്ടും വരുന്നുണ്ടായിരിക്കാം. ഇല്ലെങ്കിൽ ഇവരുടെ വണ്ടിയുടെ നമ്പർ 8 ആയിരിക്കാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ള നമ്പർ 8 ആയിരിക്കാം. അതായത് ഇങ്ങനെയുള്ള വ്യക്തി, ആ വ്യക്തി അവരുടെ ലൈഫിൽ ഒത്തിരി സംഘർഷങ്ങൾ കണ്ട ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്കേ മറ്റുള്ളവരെയും സപ്പോർട്ടായിട്ട് നിന്ന് സഹായിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തി നിങ്ങളെ നിസ്വാർത്ഥ ഭാവത്തിലായിരിക്കും സഹായിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത്.
അതായത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സംഘർഷങ്ങളെ പകുതി മാത്രമല്ല, പകുതി കൂടുതൽ നിങ്ങളുടെ സംഘർഷങ്ങളെ എല്ലാം ഇവർ ഇല്ലാതാക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു വ്യക്തി വളരെയധികം റിസ്ക് ടേക്കറാണ്. എന്ത് റിസ്ക് എടുക്കാനും ഇവർക്കൊരു പേടിയുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നങ്ങളും ഇവർ റിസ്ക്കായിട്ട് എടുത്തത്. ഏഞ്ചൽസ് എന്തോ ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് തരുന്നതായിട്ട് കാണാൻ സാധിക്കും സ്വപ്നം ത്രൂ. അതായത് പല രീതിയിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുകയാണ് ഈ സ്വപ്നം ഞാൻ കണ്ടതുകൊണ്ട് എനിക്ക് നല്ലത് വരുമോ അതോ മോശം വരുമോ എന്നുള്ള പേടിയുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ഇത് മൂണിൻ്റെ ആ ഒരു എനർജിയാണ്. അതായത് മനസ്സിൽ ആവശ്യമില്ലാതെ തോട്ട്സ് ക്രിയേറ്റ് ആകുന്നത്. അത് നിങ്ങൾ മാറ്റുക. ചില സമയങ്ങളിൽ അസുരക്ഷ, അതായത് ഭയം, പേടി, അതിനെക്കുറിച്ച് നിങ്ങൾ ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട്. അത് നിർത്തുക. ഇവിടെ ടാരോ റീഡിങ്ങിൻ്റെ ആധാരത്തിലും നിങ്ങളുടെ പല മെസ്സേജിനുമുള്ള ആൻസർ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ സിറ്റുവേഷൻ ടാരോ റീഡർ പറയുന്നതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ പറയുന്ന മെസ്സേജും നിങ്ങൾക്ക് മാച്ച് ആവുന്നതാണ്. ഇവിടെ ഞാൻ എൻ്റെ റീഡിങ്ങിൻ്റെ കാര്യമല്ല പറയുന്നത്, വേറെ ആരുടെയെങ്കിലും റീഡിങ്ങിൽ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അവരുടെ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ഗൈഡൻസ് ലഭിക്കാം. ഇനി വരുന്ന സമയങ്ങളിൽ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ വെറുതെ ഒന്ന് കണ്ടിട്ട് വിട്ട് കളയരുത്. ആ ഒരു നമ്പറിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവിടെ മെഡിറ്റേഷൻ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സോഴ്സ് ക്രിയേറ്റ് ആക്കും. നിങ്ങളുടെ പല പ്രശ്നങ്ങൾക്കുമുള്ള ആൻസർ ആ ഒരു മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ഏഞ്ചൽ നമ്പേഴ്സിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുക. ഇല്ല എങ്കിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഈ സമയം നിങ്ങളെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിലേക്ക് കൊണ്ടുപോവുക തന്നെ ചെയ്യുന്നതാണ്. ഇത് അനിമൽസ് നിങ്ങളുടെ കൂടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചില അനിമൽസിന് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവിടെ ചാനലിംഗ് ത്രൂ, സ്വപ്നം ത്രൂ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിൻ്റെ ആൻസർ ഒരു വ്യക്തിയിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് ആ വ്യക്തി നിങ്ങളോട് ഇങ്ങനെ പറയുകയാണ്. ആ ഒരു പറയുന്നത് നിങ്ങളുടെ പല പ്രശ്നങ്ങളുടെ ആൻസർ ആയിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ദിവസം അങ്ങനെയുള്ള സ്വപ്നങ്ങളോ ചാനലിങ്ങോ നിങ്ങൾക്ക് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾ എപ്പോഴൊക്കെ പെയിനിലിരിക്കും അപ്പോഴെല്ലാം അനിമൽസ് നിങ്ങളുടെ കൂടെ സൗണ്ട് ഉണ്ടാക്കും. അതായത് അവരെ ശ്രദ്ധിക്കാൻ, നിങ്ങളുടെ ആ ഒരു പെയിനുള്ള അതിൽ നിന്ന് മാറി അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി കിളികൾ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കും. നിങ്ങൾ അവരെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുത്ത് കിളികൾ വരുന്നു, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. ഈ രീതിയിലുള്ള ഒരു ഭാവം നിങ്ങൾക്ക് ഫീലാകും അവരുടെ ഭാഗത്തു നിന്ന്. എന്തെങ്കിലും ഒരു പ്രശ്നം അവസാനിക്കുന്ന സമയമാകുമ്പോഴാണ് നിങ്ങളുടെ കൂടെ ഇങ്ങനൊരു ഇതുണ്ടാവുന്നത്. അതായത് പക്ഷികൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. പക്ഷികൾ മാത്രമല്ല, ഡോഗായാലും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സ്വപ്നം കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ സ്വപ്നം നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. നിങ്ങളുടെ കൂടെ എന്ത് നല്ല കാര്യമാണോ സംഭവിക്കുന്നത് അത് നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുക. ഞാൻ ഓർമ്മിച്ച് വയ്ക്കാൻ പറഞ്ഞ നിങ്ങളുടെ എന്തെങ്കിലും പ്രശ്നത്തിനൊരു ഉപായം അതിൽ നിന്ന് ലഭിക്കുന്നതാണ് നിങ്ങൾക്ക്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്ത് പ്രോബ്ലം ആയിക്കൊള്ളട്ടെ, മോശമായി പോകുന്നത് അത് നിങ്ങളുടെ ഫേവറിൽ ഉറപ്പായിട്ടും വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ എന്തോ ഒരു പ്രോബ്ലം ഒരു പ്രശ്നവും കൂടാതെ ശാന്തിപൂർണ്ണമായിട്ട് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. യൂണിവേഴ്സ് ഏതെങ്കിലും രീതിയിൽ ഒരു വിക്ടറി നിങ്ങൾക്ക് തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ആ ഒരു വിക്ടറി നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെ വിജയം ദൈവം നേരത്തെ തന്നെ എഴുതി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിൽ നിങ്ങൾ ട്രസ്റ്റ് വച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.